തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വോട്ട് കഥ തുടരുകയാണ്. ഇന്നത്തെ വോട്ട് കഥ വിവിധ ഡിവിഷനുകളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചരണ വിശേഷങ്ങളും വോട്ടഭ്യർത്ഥനകളും വികസന കാഴ്ചപ്പാടുകളും നമുക്ക് കേൾക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. ഞാൻ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നരിക്കിനി 19 ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. BJPയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. കൂടാതെ സാംസ്കാരിക സംഘടനയായുള്ള ബാലഗോകുലത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സ് യൂണിയൻ രംഗത്ത് ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി വളരെ വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ഈ നരിക്കിനി ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP മെമ്പർമാർ വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ വികസനം നമ്മുടെ നാടുകളിൽ എത്തുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു വാർഡിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ഒരു 200 വീടുകളിലെങ്കിലും നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം എത്താത്ത വീടുകൾ നമ്മുടെ നാട്ടിലില്ല. ഞങ്ങൾ എല്ലാ വീടുകൾ സന്ദർശിച്ചപ്പോഴും ആ വിവരമാണ് ഞാൻ കിട്ടിയത്. ഓരോ വീട്ടിൽ ഒന്നുകിൽ കൃഷി സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഇൻഷുറൻസ് പദ്ധതിയിൽ 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വാർഷികത്തിൽ ചികിത്സയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യം കിട്ടിയവരാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുദ്രാ യോജനയിൽ ആനുകൂല്യം കിട്ടിയവരാണ്. ഇങ്ങനെ നിരവധി ആളുകൾ, ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾക്ക് ഓരോ വാർഡിലും നരേന്ദ്രമോദിയുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ആനുകൂല്യം കിട്ടിയവരൊക്കെ തന്നെ ഞങ്ങളോട് വളരെ അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം വീടുകളിൽ വളരെ സ്വാഗതാർഹമായ നിലപാട് ഈ തരത്തിൽ നടക്കുന്നത്. ഞങ്ങളെ വളരെ സൗഹാർദ്ദത്തോടെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഇത് വോട്ടാക്കി മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ പേര് പ്രകാശൻ ആറോളി. ഞാൻ ബ്ലോക്ക് ഡിവിഷൻ പുന്നശ്ശേരി ഡിവിഷനിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും, ഞങ്ങൾ വീട് സമ്പർക്കം നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് ഒരുവിധം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ വീടുകളാണ്. അതുകൊണ്ട് തന്നെ തീർത്തും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ തലത്തിലും BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ തവണ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. ഞാൻ നടുക്കണ്ടിയിൽ ബാലൻ, കാക്കൂർ പഞ്ചായത്തിൽ 7-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് പിന്നെ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി ബാലൻ. ഇത് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രകാശൻ. ഇത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ശശിമാഷ് കാക്കൂരാണ് വീട്.
കോളനികളിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാം. അതിൽ തന്നെ ഒരുപാട് വീടുകളെ പണി നടക്കേണ്ടത്, റിപ്പയറിംഗ് ആയിട്ടും വീടില്ലാത്തവരും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്ക് നമുക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന ഈ ഇതിലേക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതേപോലെ റോഡ് എല്ലാം അങ്ങനെ എന്താണ് ഒരാളുടെ ആവശ്യം, അതായത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ആരും ഇനി ഒരു വീടില്ലാതെയോ സ്ഥലമില്ലാതെയോ ഒരൊറ്റ വ്യക്തികൾ പോലും ഉണ്ടാകാൻ, ഒരു കുടുംബം പോലും ഉണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ NDA BJP സ്ഥാനാർത്ഥികളെയും ഞങ്ങളുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച വിജയം ഞങ്ങൾക്ക് നൽകണമെന്ന് എല്ലാ വോട്ടർമാരോടും വിനീതമായി അപേക്ഷിക്കുന്നു.